സൈലം ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക്, മലയാളം ക്ലാസ്സിലേക്ക്, ശ്രുതി ടീച്ചറിന്റെ ക്ലാസ്സിലേക്ക് സ്നേഹസ്വാഗതം കേട്ടോ. അപ്പൊ മക്കൾ എല്ലാവരും ഹാപ്പി ആയിട്ട് ഈ ഒരു ക്ലാസ് കാണണം. കാരണം എന്താണ്, പരീക്ഷയൊക്കെ അടുത്താല് നിങ്ങൾ ആദ്യം നോക്കുക മോഡൽ ചോദ്യങ്ങളാണ് അല്ലെ. ഇന്ന് ടീച്ചർ വന്നിരിക്കുന്നത് മോഡൽ ചോദ്യങ്ങളായിട്ടാണ്. അപ്പൊ ഇനി വരുന്ന മാരത്തോണുകളൊക്കെ നമുക്ക് അല്ലെ, പരീക്ഷയ്ക്ക് മുൻപായിട്ട് മാരത്തോണുകള്, മെഗാ മാരത്തോൺ, മിനി മാരത്തോൺ, അങ്ങനെ ചാപ്റ്റേഴ്സ് ഒക്കെ നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സൈലത്തിൽ ഒരുപാട് ക്ലാസ്സുകളുണ്ട്, ഒരുപാട് ടീച്ചേഴ്സും ഉണ്ട് കേട്ടോ. അതൊക്കെ കാണണം. അപ്പൊ ഇന്ന് ടീച്ചർ വന്നിരിക്കുന്നത് ഒരു മുൻ വർഷ ചോദ്യമായിട്ടാണ്. അപ്പൊ ചോദ്യ മാതൃകകൾ നമ്മൾ പരിചയപ്പെടണം. എങ്ങനെ ചോദ്യം വരും അല്ലെ, അതിനെങ്ങനെ ഉത്തരം എഴുതണം എന്നൊക്കെ നമ്മൾ അറിയണ്ടേ. യെസ്, അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലെ. അപ്പൊ ഇന്ന് ടീച്ചർ വന്നിരിക്കുന്നത് എല്ലാ പരീക്ഷയ്ക്കും കാണാറുള്ള ഒരു ചോദ്യമാണ്. എന്ത്? കവിത പൂർത്തിയാക്കാം. ഒരു 4 വരി കവിത തരും, ബാക്കി 4 വരി നമ്മൾ എഴുതേണ്ടി വരും. അതിന് കവിത പൂർത്തിയാക്കാന്ന് തന്നിട്ട് വേറൊരു പേരും കൂടെ ഉണ്ട്. എന്താണെന്നറിയോ? കവിതാ പൂരണം. കവിതാ പൂരണം എന്ന് പറഞ്ഞാലും കവിത പൂർത്തിയാക്കാൻ തന്നെ. അത് വേറെ എന്തോ ചോദ്യാന്ന് ആരും വിചാരിക്കേണ്ട കേട്ടോ. അത് വേറെ ഒരു ചോദ്യമല്ല. കവിതാ പൂരണം എന്ന് പറഞ്ഞാല് എന്താണ്? ആ കവിത പൂർത്തിയാക്കുക എന്ന് തന്നെയാണ് അർത്ഥം. അപ്പോ കവിത പൂർത്തിയാക്കിയാൽ മാത്രല്ല, കവിത പൂർത്തിയാക്കി ആ കവിതയ്ക്കൊരു പേരും കൊടുത്താലാണ് നമുക്ക് മുഴുവൻ മാർക്ക്, അതായത് A ഗ്രേഡ് ലഭിക്കുകയുള്ളൂ അല്ലെ. നമുക്ക് കവിതയുടെ ആദ്യം ഒന്ന് വായിച്ചു നോക്കണേ. കുഞ്ഞിക്കിളിയെ പോരുന്നോ പുഴയൊഴുകുന്നീ ഗ്രാമത്തിൽ, അവിടെ ചെന്നാൽ എന്തുണ്ട്, വയറു നിറയ്ക്കാൻ തിനയുണ്ട്. കുഞ്ഞിക്കിളിയെ പോരുന്നോ പുഴയൊഴുകുന്നൊരു ഗ്രാമത്തിൽ, അവിടെ ചെന്നാൽ എന്തുണ്ട്, വയറു നിറയ്ക്കാൻ തിനയുണ്ട്. ഇതാണ് 4 വരി. ഇതിന്റെ ബാക്കി 4 വരി നമ്മൾ എഴുതണം. അതിൽ ചിലപ്പോ നമുക്ക് കുഞ്ഞിക്കിളിയോട് എവിടെ പോരുന്നോ എന്നാ ചോദിച്ചേ, പുഴയൊഴുകുന്നൊരു ഗ്രാമത്തിലേക്ക് പോരുന്നോ. അപ്പൊ അവിടെ ചെന്നാൽ എന്താ ഉള്ളത് എന്ന് കുഞ്ഞിക്കിളി തിരിച്ചു ചോദിക്കും അല്ലേ. അപ്പോ ഉത്തരം പറയാണ്, അവിടെ വയറ് നിറയ്ക്കാൻ തിനയുണ്ട് എന്ന്. അപ്പൊ അടുത്ത ചോദ്യം അടുത്ത വരികൾ നമ്മൾ ഉണ്ടാക്കണം. ചിലപ്പോ തരുമായിരിക്കും കുഞ്ഞിക്കിളിയെ പോരുന്നോന്ന് തന്നെ. ബാക്കി നമുക്ക് എങ്ങോട്ട് പോരുന്നോന്ന് ചോദിക്കുക വേണമെങ്കിൽ കുഞ്ഞിക്കിളിയോട്. കുഞ്ഞിക്കിളിയോട് ചോദിച്ചില്ലെങ്കിൽ വേറെ ആരോടെങ്കിലും ചോദിച്ചാലും മതി. എന്നാലും ഞാൻ കുഞ്ഞിക്കിളിയോട് തന്നെ ചോദിക്കാം. കുഞ്ഞിക്കിളിയെ പോരുന്നു. അപ്പൊ എന്താ എഴുതുക? കുഞ്ഞിക്കിളിയെ പോരുന്നു. നേരത്തെ ചോദിച്ചത് പുഴയൊഴുകുന്ന ഗ്രാമത്തിലേക്ക് പോരുന്നു എന്നാ. കുഞ്ഞിക്കിളിയെ പോരുന്നു അല്ലേ? പുഴയൊഴുകുന്ന ഗ്രാമത്തിലേക്ക് പോരുന്നോ എന്നാണ് ചോദിച്ചത്. ഇനി നമുക്ക് വേറെ എവിടേക്കെങ്കിലും പോരുന്നോ എന്ന് ചോദിക്കാം അല്ലെ. എവിടേക്ക് പോരുന്നോ എന്ന് ചോദിക്കാം. വയലിലേക്ക് പോരുന്നോ എന്ന് ചോദിക്കാം, മലയിലേക്ക് പോരുന്നോ എന്ന് ചോദിക്കാം, എന്റെ വീട്ടിലേക്ക് പോരുന്നോ എന്ന് ചോദിക്കാം. എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം അല്ലെ. അത് നിങ്ങളുടെ ഇഷ്ടാണ്. ഇപ്പൊ ടീച്ചർ ഇവിടെ ഒരു മാതൃക തരാം. അപ്പൊ ബാക്കി വരികൾ നിങ്ങളാണ് എഴുതേണ്ടത്. ഇതാ, ഞാൻ പുഴയൊഴുകുന്നൊരു ഗ്രാമത്തിൽ എന്ന് ചോദിച്ചിട്ടുണ്ട് ആദ്യം. അതുപോലെ പുഴ മാത്രല്ല, അവിടെ പൂക്കളുണ്ട് എന്ന് പറയാണ്. ഇത് നോക്കണേ. കുഞ്ഞിക്കിളിയെ പോരുന്നോ, പുഴയൊഴുകുന്നതിന് പകരം പൂക്കൾ നിറഞ്ഞൊരു ഗ്രാമത്തിൽ, അപ്പോ അവിടെ ചെന്നാൽ എന്തുണ്ട്, കൂടുകൂട്ടാനിടമുണ്ട് അല്ലേ. കുഞ്ഞിക്കിളിയെ പോരുന്നോ പൂക്കൾ നിറഞ്ഞൊരു ഗ്രാമത്തിൽ, അവിടെ ചെന്നാൽ എന്തുണ്ട്, കൂടുകൂട്ടാനിടമുണ്ട്. കൂടുകൂട്ടാൻ ഇടം ഉണ്ട് എന്നാണ് പറയുന്നത് അല്ലേ. അങ്ങനെ ബാക്കി 4 വരി നിങ്ങളോട് എഴുതാൻ പറയും. ഇതിനൊരു പേര് കൊടുക്കാൻ പറഞ്ഞാല് ഞാൻ എന്താ പേര് കൊടുക്കാന്നറിയോ? ഞാൻ കൊടുക്കും കുഞ്ഞിക്കിളിയോട് അല്ലേ. കുഞ്ഞിക്കിളിയോട് എന്ന് പേരും കൊടുക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. പക്ഷെ ഇതിന്
ചേരുന്നൊരു പേരായിരിക്കണം. ഇതിൽ കുഞ്ഞിക്കിളിയുണ്ട്, കുഞ്ഞിക്കിളിയോട് ചോദിക്കുന്നതായത് കൊണ്ടാണ് ഞാൻ കുഞ്ഞിക്കിളിയോട് എന്ന് കൊടുത്തത്. മക്കൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം കേട്ടോ. അപ്പൊ ഇതുപോലെയാണ് കവിതാപൂരണം. ഇതാ ഈ ചോദ്യം, ഇനി ഈ ഒരു ചോദ്യം കൂടെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തോ. ഇതാ, പച്ചത്തത്തകൾ പാറിപ്പോരും പച്ച വിരിച്ചൊരു പാടത്ത്, മഞ്ഞയുടുപ്പു മണിഞ്ഞെത്തുന്നു പൂന്തേനുണ്ണും പൂമ്പാറ്റ. ഇതിന്റെ ബാക്കി വരി നമ്മളോട് എഴുതാൻ പറയും. ദാ കവിത പൂർത്തിയാക്കാന്നല്ലേ ചോദ്യം, പരീക്ഷാ ചോദ്യല്ലേ. ഉചിതമായ തലക്കെട്ട് നൽകാനും പറയുന്നില്ലേ. അപ്പോൾ ഇങ്ങനെയാണ് പരീക്ഷയ്ക്ക് ചോദ്യം വരിക. ഇത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇതിന്റെ ബാക്കി നിങ്ങൾ കവിതയാക്കൂ. എന്നിട്ട് നിങ്ങൾക്ക് യുറീക്കയിലോ അല്ലെങ്കിൽ ബാലരമയിലോ കളിക്കുടുക്കയിലോ ഒക്കെ അയച്ചു കൊടുക്കാം കേട്ടോ. പരീക്ഷയ്ക്ക് എഴുതുക മാത്രമല്ല, അപ്പൊ മലയാളം പഠിക്കുന്നതിലൂടെ ഇങ്ങനെ ചില ഗുണങ്ങളും ഇല്ലേ. അപ്പൊ ശ്രുതി ടീച്ചറ് ഉപകാരപ്രദമായ മറ്റു ചോദ്യങ്ങളുമായിട്ട് വരും. അതിനു മുൻപ് നമ്മുടെ ചാനല് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ടീച്ചറെ വീഡിയോ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ചെയ്യണം. അതെ, വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തില്ലേ നിങ്ങൾ ഇതുവരെ? അതാ നമ്മുടെ ലിങ്ക് നമ്മുടെ ഈ ക്ലാസ്സിന്റെയും എല്ലാ ക്ലാസ്സിന്റെ തൊട്ട ഫസ്റ്റ് കമന്റ് ആയിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും, ഫോർ മോർ നോട്ട് എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് അതിലൊന്ന് വെറുതെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എപ്പോഴാ ലൈവ്, അതുപോലെ ലൈവ് കഴിഞ്ഞ ഉടനെ നോട്ടും എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോസും മോഡൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് ടീച്ചർ ഇനിയും വരാം. അതുവരേക്കും ടാറ്റ, ബൈ ബൈ.